ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറഞ്ഞു തുടങ്ങുവാണ്. ഈ ഒരു സ്റ്റോക്സ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ഞാൻ മോസ്റ്റ്ലി എൻട്രി എടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ട്രേഡ്സ് ആണ്. സോ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതെ ഇതൊരു സ്റ്റഡി പർപ്പസ്, ഒരു ടെക്നിക്കൽ അനാലിസിസ് വീഡിയോ ആയിട്ട് കാണുക. നിങ്ങളുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രം ഇതിനെ കാണുക. ഓക്കെ, ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ദയവായി ആരും കാണരുത്. ഇത് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന സ്റ്റോക്സിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, ഞാൻ സ്വിംഗ് ട്രേഡാണ് ബേസിക്കലി ചെയ്യുന്നത്. മീഡിയം ടേം ചെയ്യും, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, ആൻഡ് ഒരു ഷോർട്ട് ടേമും മൊമെൻറ്റം ട്രേഡിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പരിഗണിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒരു ഇൻഡെപ്ത് നോളജ് ആണ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് വീക്ക് ആൻഡ് നെക്സ്റ്റ് ഫ്യൂ വീക്സിലേക്കുള്ള. ഓക്കെ, ആദ്യം നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ചെറിയ കാര്യങ്ങളിൽ മാത്രം നമുക്ക് ആദ്യം ശ്രദ്ധ കൊടുക്കാം, ഒരു ഓവർ അനാലിസിസ് ചെയ്യേണ്ട. അപ്പോൾ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുകയാണ് എന്താ പറയുക, ഒരു ഒരു സപ്ലൈ ഒരു എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി സോൺ അല്ലെങ്കിൽ ഒരു സപ്ലൈ എന്ന് പറയാം. ഒരു സപ്ലൈക്ക് മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ 24,570 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട് മാർക്കറ്റിന്. എന്തായാലും നിലവിൽ വീക്ക്നെസ്സിൻ്റെ സൂചനയൊന്നുമില്ല. ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ US കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു അന്ത്യം വരുവാണെങ്കിൽ മാർക്കറ്റ് 26,000 റേഞ്ചിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വീക്ക്ലി ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഒരു 7% മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി നിലവിലുണ്ട്. മറിച്ച് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരുവാണെങ്കിൽ 23,800 എന്നുള്ള റേഞ്ചിലേക്ക് ഒരു സെൽ ഓഫും വരാം. ഈ രണ്ട് റേഞ്ചുകളായിരിക്കും നമുക്കൊരു വീക്ക്ലി വ്യൂവിൽ നമുക്ക് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇൻട്രാഡേ വ്യൂ മൺഡേ മോർണിംഗ് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിലവിൽ മാർക്കറ്റ് ബുള്ളിഷ്നെസ്സിനുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ബോറടിപ്പിക്കാതെ ഇനിയുള്ള സ്റ്റോക്സ്, എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്സിലേക്ക് ഞാൻ പോകാം. എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ് ഞാൻ ആദ്യം പരിഗണിക്കുന്ന കമ്പനി എന്ന് പറയുന്നത്. ഞാൻ വീക്ക്ലി ചാർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം എക്സൈഡിൻ്റെ വീക്ക്ലി ചാർട്ട് നമുക്ക് നോക്കാം. നോക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ഉണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസ്, എക്സൈഡ് പാകിസ്ഥാനാണ് പോയത്. അപ്പം എക്സൈഡിൻ്റെ വീക്ക്ലി ചാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുക, കുറച്ചധികം ദിവസമായി, കുറച്ച് വീക്സ് ആയിട്ട് മാർക്കറ്റ് എക്സൈഡിൽ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഹൈ പോയ ഏരിയ എന്ന് പറയുന്നത് 600 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്കാണ് വന്നത്. കണ്ടില്ലേ, ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് ഈ സ്റ്റോക്ക് റിവേഴ്സലായത്. ഓക്കെ, 276 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണാണ്. അപ്പോൾ ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റിലൊക്കെ ഈ സ്റ്റോക്ക് വാങ്ങിയവർക്ക് നല്ലൊരു പാനിക് അല്ലെങ്കിൽ ഒരു പെയിൻ തന്ന ശേഷമാണ് ഈ സ്റ്റോക്ക് റിവേഴ്സലാവുന്നത്. കണ്ടില്ലേ, വളരെ ഒരു ലോങ് ടേം വ്യൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എക്സൈഡ് മോസ്റ്റ്ലി ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ സോൺ, 2 ക്രൂഷ്യൽ സോൺസ് ആണ് എക്സൈഡിൻ്റെ ഒരു ചാർട്ട് ജേർണിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഇതിൻ്റെ ഡിമാൻഡ് സോൺ 286 എന്നുള്ള ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ആൻഡ് അവിടെ നിന്നും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടും അതിനുശേഷം ബ്രേക്ക്ഔട്ട് റീടെസ്റ്റുമാണ് ഇതിലെ 2 പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് നടന്നത്. ഓക്കെ, ബേസ് ഏരിയയിൽ നടന്ന ഇവൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആൻഡ് അവിടെ നിന്നും ഈ സ്റ്റോക്ക് പ്രധാനപ്പെട്ട അടുത്ത റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സെൽ ഓഫ് സോണായ 400 തൊട്ട് 420 റേഞ്ചിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. സോ ഈ ഒരു റെസിസ്റ്റൻസും ആൻഡ് ആ റെസിസ്റ്റൻസിന് ശേഷമുള്ള പുൾ ബാക്കും മാർക്കറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞു. ആൻഡ് ഇനി മാർക്കറ്റ് 536 എന്ന് പറഞ്ഞ വലിയൊരു ഡിമാൻഡ് ഏരിയ സപ്ലൈയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും ശ്രദ്ധിക്കേണ്ട മുന്നത്തെ കുറച്ചൊരു പോയിന്റ്സ് ഉണ്ട്. അപ്പം ഇനിയുള്ള സോൺസ് ഞാൻ പെർഫെക്റ്റ്ലി ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് വ്യൂ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 475 to 490 എന്ന് പറയുന്ന സോണ് മാർക്കറ്റ് സക്സസ്ഫുള്ളി റീട്രേസ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പം ഇനിയുള്ള ഡിമാൻഡ് സോൺസ് ആയിട്ട് ആക്ട് ചെയ്യാവുന്ന സോൺസിലൊന്ന് 420 ആണ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ചാർട്ടുകളിൽ മാർക്ക് ചെയ്തിടുക. അപ്പം നിങ്ങളൊരു മീഡിയം ടേം സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനത്തെ ലെവൽസിനെ കുറിച്ചൊരു ധാരണ വേണം. മാർക്കറ്റ് ഇടിഞ്ഞു വന്നാൽ ഏതൊക്കെ ലെവൽസിലായിരിക്കണം ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽസ് നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ്ലി മാർക്ക് ചെയ്ത് ചാർട്ടിലിട്ടേക്കണം. സോ അതാകുമ്പോൾ പാനിക് ആവത്തില്ല. അപ്പോൾ 400 to 426 റേഞ്ചാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഞാൻ എന്തായാലും മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പുൾ ബാക്ക് കിട്ടി 400 റേഞ്ച് അല്ലെങ്കിൽ 420 റേഞ്ച് കിട്ടി ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് വാങ്ങും. അല്ലാത്ത പക്ഷം സ്മോൾ ക്വാണ്ടിറ്റി വാങ്ങി ഈ ഒരു റേഞ്ചസിലേക്ക് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുക. അപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസ് ബുള്ളിഷായിട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇതൊന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാം. കൺസോൾട്ടേഷൻ, അങ്ങനെ ബ്രേക്ക് അങ്ങനെ ഒരു പല രീതിയിലായിരിക്കും ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുക. സോ എന്നിരുന്നാലും റെഡി ആയിട്ടിരിക്കുക. ഈ മീഡിയം ടേം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട എല്ലാ ഫോമുലയും ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഓക്കെ, എക്സൈഡ് ഇൻഡസ്ട്രീസ് കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ആവലോൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആവലോൺ ഹോൾഡിങ്സ് അല്ല, ആവലോൺ ടെക്നോളജീസ്. ഓക്കെ,
അപ്പം വൺ ഓഫ് ദ ക്ലീൻ ബ്രേക്ക്ഔട്ട്സ് അതാണ് ആവലോണിൽ ഞാൻ കണ്ടത്. ആവലോണിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പാരലൽ ചാനൽ മൂവ്മെൻ്റ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ആവലോണിലുള്ളത് ഒരു പാരലൽ ചാനൽ മൂവ്മെൻ്റ് ആണ്. സോ കെയർഫുൾ ആയിരിക്കുക. ആവലോണിലെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴത്തേക്കും ആവലോൺ ഒരു പാരലൽ ചാനൽ മൂവ്മെൻറ്റ് തന്നു. ആൻഡ് ഇതാണ് ആവലോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക്ഔട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, 1500 തൊട്ട് 1685 ആവലോണിൻ്റെ ഒരു പ്രധാന ബ്രേക്ക്ഔട്ട് സോണ്. അവിടെ നിന്നും സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്തു. ആൻഡ് അവിടെ നിന്നും ഒരു ബേസ് ഏരിയ ഉണ്ടാക്കിയാണ് മാർക്കറ്റ് അപ്സൈഡ് പോയേക്കുന്നത്. ഓക്കെ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ബ്രേക്ക്ഔട്ട് ഏരിയയ്ക്ക് മുകളിൽ നിശ്ചിത വീക്സ് കുറച്ചധികം ദിവസം കൺസോൾഡേറ്റ് ചെയ്തു. ആൻഡ് ആ കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു റീടെസ്റ്റ് സോൺ, ബെറ്റർ റീടെസ്റ്റ് സോൺ എന്ന് പറയുന്നത് 1870 അല്ലെങ്കിൽ 1900 എന്ന് പറയുന്നത് നല്ലൊരു റീടെസ്റ്റ് സോൺ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഇതുവരെ ആവലോണിൽ എൻ്റർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ മൺഡേത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഇവിടെ നിന്നൊരു 15% മൂവ്മെൻറ്റ് എന്തായാലും ഞാൻ നോക്കും. ഫസ്റ്റ് ഒരു 12% മൂവ്മെൻറ്റ് നോക്കും, ശേഷം 2300. ഇതായിരിക്കും എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആവലോൺ വരുന്ന ദിവസങ്ങൾ വാച്ച് ചെയ്യുക. വീക്ക്നെസ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീക്ക്നെസ് ഒരു മീഡിയം ടേം പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ വീക്ക്നെസ് വരണമെങ്കിൽ ഈ 1650 താഴെ പോകണം, എന്നാലേ ഇത് വീക്ക്നെസ് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം മീഡിയം ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണെങ്കിൽ വീക്ക്നെസ് വരുന്നത് ഒരു 1817 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ ഷോർട്ട് ടേം ലെവലിൽ ഒരു വീക്ക്നെസ് വരും. മൊമെൻ്റം ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ 1817 വന്നാൽ വീക്ക്നെസ് വരും. സോ ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. നിങ്ങളിത് ഫോളോ ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഷോർട്ട് ടേമിലും മീഡിയം ടേമിലും ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ ഓൾറെഡി എൻ്റേഡ് ആയ സ്റ്റോക്കാണ് ഗ്രാസിം. ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാസിം. ഓക്കെ, ഗ്രാസിം ഞാൻ ആദ്യം 3200 റേഞ്ചിൽ വന്നു. ഈ റേഞ്ചിൽ നിന്ന് പിന്നെ താഴെ വന്നപ്പോഴത്തേക്ക് താഴെ 3000 റേഞ്ചിൽ വാങ്ങി. ഇപ്പം നല്ല രീതിയിലൊരു ബ്രേക്ക് ചെയ്തു. 3300 റേഞ്ചിൽ എനിക്ക് പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് കുറച്ച് ഹൈ ആണ്. എത്രയെന്ന് വെച്ചാൽ 3600 റേഞ്ചിലാണ് ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി എൻ്റെ ഒരു സ്റ്റോക്കാണ് കേട്ടോ. ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ ഈ കൺസോൾട്ടേഷൻ്റെ താഴെയാണ് ഞാൻ എൻട്രി എടുത്തത്. ബട്ട് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കണ്ടിട്ടാണ് എൻട്രി എടുത്തത്. ബട്ട് സ്റ്റിൽ ഗുഡ് ടു എൻ്റർ എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗ്രാസിം വരുന്ന വീക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരു 3000 താഴെ പോയാലേ വീക്ക്നെസ് ഉള്ളൂ. ഓക്കെ, 3000 റേഞ്ചിന് താഴെ പോയാലേ വീക്ക്നെസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് പഠിക്കാൻ ശ്രമിക്കുക. വൺ ഓഫ് ദ ഗുഡ് സ്റ്റോക്സ് ആണ്. ഓക്കെ, ഒരു ഇനിയും 12% മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ഇത് റെക്കമെൻഡേഷനായിട്ട് കാണാതെ നിങ്ങൾ ഇത് ചാർട്ടിൽ വരച്ച് വെച്ചിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്ന 1-2 ആഴ്ചത്തേക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഗ്രാസിം ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് HLE ഗ്ലാസ്കോട്ട് ആണ്. ഓക്കെ, HLE ഗ്ലാസ്കോട്ട് ആണ് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കുക, HLE ഗ്ലാസ്കോട്ടിൻ്റെ ഒരു പ്രൈസ് ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1500 റേഞ്ച് പോയ സ്റ്റോക്കാണ് കേട്ടോ HLE ഗ്ലാസ്കോട്ട്. അവിടെ നിന്നും സ്ട്രക്ചറലി വീക്ക്നെസ് തന്നെയാണ് ഉണ്ടായത്. ഫണ്ടമെൻ്റൽസ് ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സ്ട്രക്ചറലി ഈ സ്റ്റോക്ക് വീക്ക്നെസ്സിലേക്ക് വന്നു. ഒരു ഡിമാൻഡ് ഏരിയാസൊക്കെ ഔട്ട്സൈഡിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. ഒരുപാട് ഡൗൺ ട്രെൻഡിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഒന്ന് തിരിച്ചു കയറിയത്. ഓക്കെ, സ്റ്റോക്ക് ഡിമാൻഡ് ഏരിയയിൽ നിന്ന് തിരിച്ചു കയറിയെന്ന് പറഞ്ഞാൽ പ്രധാന പോയിന്റ് 249 ആയിരുന്നു. കണ്ടില്ലേ, ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഇവന്റ് നടന്ന ഏരിയ. ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. അപ്പം ഡൗൺ ട്രെൻഡിൽ നിന്നും അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ മേജർലി ഒരു അപ് ട്രെൻഡ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് 600-700 റേഞ്ച് ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പ്രധാനപ്പെട്ട രീതിയിൽ പോയി എന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, 700 റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് 700 റേഞ്ച്, ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ സ്റ്റോക്ക് ടെക്നിക്കലി ഞാൻ അപ് ട്രെൻഡിലേക്ക് പോയി എന്ന് ഞാൻ പറയത്തുള്ളൂ. നിലവിൽ സംബന്ധിച്ച് ഒരു ബേസ് ഏരിയ ബിൽഡിംഗ് ആണ് നടക്കുന്നത് HLE ഗ്ലാസ്കോട്ടിൽ. അപ്പോൾ ഇതിൽ സിമ്പിൾ റൂൾ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. മേ ബി ഒരു 22% മൂവ്മെൻറ്റ് ഒരു 560 റേഞ്ചിലേക്ക് പോയാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിമ്പിൾ റൂൾ എന്ന് പറഞ്ഞാൽ 400 റേഞ്ചിന് താഴെ പോയാൽ വീക്ക്നെസ്. സിമ്പിളാണ്. കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും ഡൗൺ ട്രെൻഡിലാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. ഓക്കെ, സോ 400 റേഞ്ച് ബിലോ 400 ഞാൻ വീക്ക്നെസ് ആയിട്ട് കണക്കാക്കാനാണ് എനിക്ക് താല്പര്യം. ബിലോ 400. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം മനസ്സിൽ കണ്ടായിരിക്കും ഞാൻ ഈ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോവുക. ബിലോ 400 വീക്ക്നെസ് ആയിട്ട് ഞാൻ കണക്കാക്കും.
ബിലോ 400 ക്ലോസ് ബിലോ വീക്ക്നെസ്. അത് മറിച്ച് 467 മുകളിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ 22% മൂവ്മെന്റ് 570 659 ഇതായിരിക്കും എൻ്റെ ടാർഗറ്റ് വെച്ചേക്കുക. ഞാൻ എൻ്റർ ആയിട്ടില്ല. മൺഡേ ടു ട്യൂസ്ഡേത്തെ പ്രൈസ് ആക്ഷൻ ഞാൻ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ HLE ഗ്ലാസ് കോട്ട് എൻ്റർ ആവുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊരു കറക്റ്റ് പ്രൈസ് ആക്ഷൻ രീതിയിൽ എന്താ പറയുക, നിങ്ങളുടെ ഒരു ടെക്നിക്കൽ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം കാണുക. ഈ സ്റ്റോക്കും ഈ ലെവൽസും ഒക്കെ വരച്ചിട്ട ശേഷം ഇങ്ങനെയാണോ മാർക്കറ്റ് വർക്ക് ആവണേ എന്ന് വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് എപ്പോഴും മനസ്സിലാക്കുക. ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത, ഇത് ഡൗൺ ട്രെൻഡിൽ തന്നെ സ്റ്റിൽ ഞാൻ ഡൗൺ ട്രെൻഡ് ആണെന്ന് കണക്കാക്കുന്ന സ്റ്റോക്കാണ്. ഈ ഒരു മൂവ്മെന്റ് ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ജസ്റ്റ് ഇങ്ങനത്തെ മൂവ്മെന്റ് ഒന്നും കണക്കാക്കുന്നില്ല. ഒരു സപ്പോർട്ട് എടുത്തും അപ്സൈഡ് പോകുന്നു. ബട്ട് ടെക്നിക്കലി ഞാൻ ഈ സ്റ്റോക്ക് 700 എബോവ് പോയാൽ മാത്രമേ ഡൗൺ ട്രെൻഡ് ടു അപ് ട്രെൻഡ് എന്ന് കണക്കാക്കുകയുള്ളൂ. ആൻഡ് ഇതിൽ ഒറ്റ റൂളെ ഞാൻ കീപ്പ് ചെയ്യത്തുള്ളൂ. 400 ബിലോ പോയാൽ ഞാനിത് വീക്കാണ്, സ്റ്റിൽ വീക്ക് എന്ന് കണക്കാക്കി എക്സിറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ 22% മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റോക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ഇട്ട സ്റ്റോക്കാണ് വെക്ടർ ഫുഡ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ വെക്ടർ ഫുഡ് ഞാൻ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വെക്ടർ ഞാൻ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. വെക്ടർ ഫുഡ് കണ്ടില്ലേ, 207 റേഞ്ചിൽ ഞാൻ വെക്ടർ ഫുഡ് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. 207 റേഞ്ചിൽ. ആൻഡ് നിലവിൽ നോക്കി 224 ടു 226 റേഞ്ച് വരെ പോയി. അപ്പോൾ എന്തുകൊണ്ട് ഇട്ടുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷൻ ആണ്. ഇതും എന്താ പറയുക, ഫസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 250 ടു 270 റേഞ്ചാണ് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. വെക്ടർ ഫുഡ് സ്റ്റിൽ ഗുഡാണ്, നല്ല രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ട് വെക്ടർ ഫുഡ്. അപ്പം അടുത്ത സ്റ്റോക്ക് ഞാൻ പരിചയപ്പെടുത്താം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് മീഷോ ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് കേട്ടോ. മീഷോ എന്ന് പറയുന്നത് മീഷോ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണ്. ഒരു കൺസോൾട്ടേഷൻ അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് കഴിഞ്ഞു. സ്റ്റോക്ക് നോക്കുന്നത് 200 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നു തോന്നുന്നു. ഞാൻ 230 ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി എൻ്റേഡ് ആണ് 190 170 റേഞ്ചിലായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷൻ കാണിക്കുന്നതുകൊണ്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് 230 ആണ്. സോ ഓൾറെഡി എൻ്റെ ഒരു സ്റ്റോക്കാണ് മീഷോ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് ക്ലീൻ സയൻസ് എന്ന് പറഞ്ഞ കമ്പനി നോക്കുക. ഇതെല്ലാം ഡൗൺ ട്രെൻഡിൽ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്യുന്ന സ്റ്റോക്കാണ്. അതായത് ഇതിൻ്റെ ഹൈ നോക്കി 2695 റേഞ്ചിൽ നിന്നും IPO ലോ അടക്കം ബ്രേക്ക് ചെയ്താണ് ഈ സ്റ്റോക്ക് താഴോട്ട് വന്നത്. IPO ലോ 1441 ആയിരുന്നു. ആ ലോ ബ്രേക്ക് ചെയ്ത് 1441 അല്ല, IPO ലോ 1551 ആയിരുന്നു. ആ ലോ ബ്രേക്ക് ചെയ്ത് ശേഷം താഴെ വന്ന സ്റ്റോക്കാണ് ക്ലീൻ സയൻസ് ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനി. നിലവിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് താഴത്തെ ലെവലിൽ നിന്ന് എടുത്തു. 650 ആയിരുന്നു ഇതിൻ്റെ ഒരു സപ്പോർട്ട്. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ടിനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. നിലവിൽ 780 റേഞ്ചാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സപ്പോർട്ട് റേഞ്ച് വരുന്നത് 700 റേഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ സപ്പോർട്ട് റേഞ്ച് വരുന്നത് 700 ആണ്. 795 ആണെങ്കിലും 700 ആണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നത്. മേ ബി രണ്ട് രീതിയിൽ ഇതിലൊരു സിനാരിയോസ് വർക്കൗട്ട് ആവാം. ഒന്ന് ഇവിടെ നിന്ന് ബ്രേക്കായി അപ്സൈഡ് ഇപ്പോൾ 900 റേഞ്ചിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് 700 റേഞ്ചിലേക്ക് ഒരു പുൾ ബാക്ക് വന്ന ശേഷം ഒരു 1 or 2 വീക്സ് കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സിനാരിയോസ് ആണ് ഞാൻ ക്ലീൻ സയൻസിൽ കാണുന്നത്. ഓൾറെഡി ഞാൻ എൻ്റേഡ് അല്ല, എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. എന്തായാലും ഒരു 1500 റേഞ്ച് അല്ലെങ്കിൽ 1200 റേഞ്ച് നമുക്ക് ടാർഗറ്റ് വെച്ചായിരിക്കും ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യുക. ഇതിവിടെ എൻ്റേഡ് അല്ല. ഞാൻ മൺഡേ ടു ട്യൂസ്ഡേ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്ത ശേഷമായിരിക്കും ഈ സ്റ്റോക്കിൽ എൻ്റർ ആവുക. ക്ലീൻ സയൻസ് എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ പറയാം. എറ്റേണൽ ആണ്. എറ്റേണൽ ഞാൻ ഓൾറെഡി എൻ്റേഡ് ആണ്, നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. എറ്റേണലിന് കൂടെ ഞാൻ കാണിച്ചു തരാം. എറ്റേണൽ ഞാൻ ഓൾറെഡി നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എറ്റേണൽ 302 പ്രൈസിൽ ഞാൻ എറ്റേണൽ ഇട്ടിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 315 റേഞ്ച്, ഇതാ ഈ റേഞ്ചിൽ നിന്ന് ഞാൻ ഓൾറെഡി എറ്റേണൽ എൻ്റെ എന്താ പറയുക പേഴ്സണൽ ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ലോവർ ലെവൽസിൽ എൻ്റർ ചെയ്തതാണ്. അപ്പം നിലവിൽ 350 ഒരു സെൽ ഓഫ് ഏരിയ ആവാം, 369 ഒരു സെൽ ഓഫ് ഏരിയ ആവാം. ഒരു ടോട്ടലി പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ കാണിച്ചാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ചകളിൽ എറ്റേണലും കൂടെ വാച്ച് ലിസ്റ്റിലിടുക. വീക്ക്നെസ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 270 ബിലോ പോയാൽ വീക്ക്നെസ്, അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്ക് അപ്സൈഡിലേക്ക് പോകാനാണ് പോസിബിലിറ്റി. വരുന്ന ആഴ്ചകളിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഒരു ബേസ് ബ്രേക്ക്ഔട്ട് ആണ് ഇപ്പം നടക്കുന്നത്. ഓക്കെ, ചെറിയൊരു ബേസ് തന്നു. ആ ബേസിൽ നിന്നുള്ള ബ്രേക്ക്ഔട്ട് ആണ് സ്റ്റോക്ക് ഇപ്പം നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതായി നോക്കുകയാണെങ്കിൽ ബേസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും വീണ്ടും വലിയൊരു ബേസ് ഫോർമേഷൻ ഉണ്ടായി. അതായത് നല്ലൊരു സെൽ ഓഫ് ആണ് ഉണ്ടായത്.
ഇപ്പോൾ ഇത്രയും വലിയൊരു സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്താണ് തിരിച്ച് കയറിയിരിക്കുന്നത്. സോ നമുക്കൊരു പോസിറ്റീവ് സെൻസിൽ ഇതിനെ കാണാം. ആൻഡ് 300, 350, 370 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാം. നിലവിൽ 315 സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ അത്യാവശ്യം എല്ലാ റിസൾട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന റിസൾട്ടുകളെല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ മെസ്സേജ് ചെയ്യുന്നത് ക്ലിയർ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. സോ അത് യൂസ് ചെയ്യുക, മാക്സിമം പേര് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.